ഹലോ, നിങ്ങൾ ദേഷ്യം പിടിക്കാറുണ്ടോ? എന്ത് ചോദ്യമല്ലേ. അതെ, നമ്മൾ പല സിറ്റുവേഷനിലും നമുക്ക് ദേഷ്യം വരും, മനുഷ്യ സഹജമാണ്. ആക്ച്വലി ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ആദ്യം നമ്മുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ ഒന്ന് മാറും. രണ്ടാമത് പിന്നീട് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ നാവിൽ എന്താണോ വരുന്നത് നമ്മൾ അതൊക്കെ അങ്ങ് പറയും. മൂന്നാമത് ഇപ്പം അടുത്തുണ്ടായ ഒരു സിനിമയിലൊക്കെ പറഞ്ഞ പോലെ കായികമായിട്ട് നേരിടും. ഈ പറഞ്ഞ ഏത് കാര്യങ്ങളാണെങ്കിലും റിസൾട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഒരു ഡാമേജ് ഉണ്ടാവും അല്ലേ? ഒന്നല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മൂഡ് ഡാമേജ് ആവും. ഓഫ് കോഴ്സ് നമ്മുടെ ടൈം അതവിടെ പോവും. അതല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ഡാമേജ് ആവും. ചിലപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടും. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. പിന്നെ ഫിസിക്കലി ആയിട്ടുള്ളതാണെങ്കിൽ ശരീരം ഡാമേജ് ആവും. ഇതൊക്കെയാണ്, എന്താണെങ്കിലും ഡാമേജ് ആയിരിക്കും ഈ ദേഷ്യത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാൻ പോകുന്നത് അല്ലേ? ഞാൻ എപ്പോഴത്തേം പോലെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അഭിപ്രായം ചോദിച്ചു. അതായത് നിങ്ങളെ ടെമ്പർ നഷ്ടപ്പെടുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരാണ് എന്നുള്ളത്. എന്നിട്ട് ഓപ്ഷൻസും കൊടുത്തു. ഗ്രാൻഡ് പാരൻസ്, പിന്നെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു. 3 ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് ആദ്യത്തെ 2 സ്ഥാനവും കിട്ടിയിട്ടുള്ളത് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കുട്ടികൾ. ഇവരാണ് ഏറ്റവും കൂടുതൽ ആ ഒരു നമ്മുടെ സ്ട്രെസ് വരുമ്പോഴുള്ള ആ ഒരു അതിൻ്റെ റിസൾട്ട് അവരനുഭവിക്കുന്നത് ഈ 2 ആൾക്കാരാണ്. പലപ്പോഴും നമുക്ക് ഈ ദേഷ്യം പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ദേഷ്യം പിടിക്കണമായിരുന്നോ, നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ പലപ്പോഴും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തോന്നും അല്ലേ? പക്ഷെ ആ ദേഷ്യം വരുന്ന സമയത്ത് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്ഷൻസിൽ ആരാണ് നിങ്ങളെ ദേഷ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആൾക്കാർ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുമെങ്കിലും ആ നിമിഷത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയും നിങ്ങൾ റിയാക്ട് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെയാണ് ഇതിനൊരു സൊല്യൂഷൻ. സ്ട്രെസ്സ് വരുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയും. ഈ റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതാണ് കുഴപ്പം, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. ഞാനൊരു 2 സിറ്റുവേഷൻ പറയാം, നിങ്ങളൊന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. ഒരു സിറ്റുവേഷൻ, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളൊന്ന് വീഴാൻ പോകും അല്ലേ? നമ്മൾ വീഴാൻ പോകുമ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യുക? നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പിടിക്കാൻ നോക്കും. താഴെ വീഴുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എവിടെയെങ്കിലും പിടിക്കുന്നതും ഒക്കെ ആയിട്ട് ചിലപ്പം എവിടെയെങ്കിലും പിടിച്ചാലും നമുക്ക് എന്തെങ്കിലും വേദനകൾ വരും, പക്ഷെ കുറയും. ഇപ്പം ഞാനൊന്ന് ഇവിടുന്ന് ഒരു ഫ്ലോറിൽ നിന്ന് താഴെ വീണപ്പോൾ അതിൻ്റെ റിഫ്ലക്സ് ആയിട്ട് എൻ്റെ കൈ അതിനെ സപ്പോർട്ട് ചെയ്തു, ആ വീഴ്ചയുടെ ആഘാതം കുറക്കാൻ. കൈ പൊട്ടി, എന്നാലും അതിൽ വലിയ അപകടങ്ങളൊന്നും പറ്റിയില്ല. അപ്പോൾ അവിടെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിനെ സേഫായിട്ട് പ്ലേസ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം കിട്ടി ആ സപ്പോർട്ട് ചെയ്തപ്പോൾ. നമ്മൾ പലപ്പോഴും വീഴാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നതും അതുതന്നെയാണ്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പിടിക്കാൻ തോന്നും, എന്നിട്ട് അവിടെ സേഫായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ പ്ലേസ് ചെയ്യും. ഇതൊരു സിറ്റുവേഷൻ അല്ലേ? അവിടെ നമുക്ക് കുറച്ച് സമയമാണ് വേണ്ടത്. രണ്ടാമത്തെ സിറ്റുവേഷൻ വന്നിട്ട്, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ചില സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി വരും, അല്ലെങ്കിൽ ആൾക്കാർ ആരെങ്കിലും വരുമ്പോൾ, നമ്മൾ ഒരു അപകടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് സമയം കിട്ടും. ആ സമയത്തിൽ നമ്മൾ വണ്ടിനെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യും. ഇതല്ലേ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ. അപ്പോൾ ഇതേപോലെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ സേഫായിട്ട് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രതിവിധി നമുക്ക് വേണം. ഇത് ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? അതായത് ദേഷ്യം വരുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാനുള്ളൊരു സമയം ഒന്ന് എടുക്കാനുള്ള ഒരു പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഞാനിപ്പോൾ ഇവിടെ ദേഷ്യം പിടിക്കണോ? നമുക്ക് ആ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഞാൻ ആരാണോ ഫ്രണ്ട്ലി, ചിലപ്പോൾ നമ്മുടെ കുട്ടികളായിരിക്കാം, ചിലപ്പം ഭാര്യയോ ഭർത്താവോ ആരെങ്കിലൊക്കെ ആയിരിക്കാം. പക്ഷെ ഞാനിവിടെ ദേഷ്യം പിടിക്കണോ? ഒരു ചോദ്യം. രണ്ടാമത്തേത്, എങ്ങനെ എൻ്റെ സ്ട്രെസ് ഒന്ന് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യുക? രണ്ടാമത്തെ ചോദ്യം. ഓക്കെ,
ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സമയം നമുക്ക് ദേഷ്യം വരുമ്പോൾ എടുക്കാൻ പറ്റണം. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതിലേക്ക് നമ്മൾ മാറും. ദേഷ്യം വരുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അപകടം ബ്രേക്ക് പിടിക്കുന്ന പോലെ തന്നെ ദേഷ്യം വരുമ്പോൾ ഈ 2 ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റുവേഷൻ പലപ്പോഴും സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. ഒരാൾക്ക് പറ്റുന്നത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് നല്ലൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് ശ്രമിക്കുന്നതിൽ തെറ്റില്ല. ഈ വീഡിയോ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ഓർത്ത് വെക്കുന്നതും ആള് ചിലപ്പോൾ എൻ്റെ മകനായിരിക്കും. കാരണം അവനെ അത് എടുത്തിട്ട് പപ്പ വീഡിയോയിൽ പറഞ്ഞ പോലെയല്ല പപ്പ ചെയ്യുന്നത് എന്നൊക്കെ പറയാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്തായാലും അത് എനിക്ക് നല്ലതിനായിരിക്കും. ആ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോവാണ്. അപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങൾക്കും ചെന്നെത്തുക. അപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നല്ലതാണ്. എന്തായാലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ.